നക്ഷത്രഫലങ്ങൾ 2025 ഡിസംബർ 14 മുതൽ 20 വരെ. അശ്വതി, പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും, സുഹൃത്ത് സഹായം വർദ്ധിക്കും, ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി, ഔഷധ സേവ വേണ്ടിവരും, സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകും, ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം, ഇഷ്ടഭക്ഷണം ലഭിക്കും, മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും. ഭരണി, സാമ്പത്തിക വിഷമതകൾ നേരിടും, സ്വത്ത് സംബന്ധമായ സംസാരങ്ങൾ ഉണ്ടാവാം, വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും, സഹോദരന്മാർക്ക് മേലധികാരികളിൽ നിന്ന് നല്ല സമീപനവും സഹായവും പ്രതീക്ഷിക്കാം, രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും, കുടുംബത്തിൽ ഐശ്വര്യം അനുഭവപ്പെടും. കാർത്തിക, ചികിത്സകളിൽ കഴിയുന്നവർക്ക് പൊതുവെ അനുകൂല വാരമല്ല, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, മനസ്സുഖം കുറയും, ജലദോഷം, പനി എന്നിവ പിടിപെടുവാൻ സാധ്യത, കടങ്ങൾ കുറയ്ക്കും, അവിചാരിതമായി പണം ചെലവഴിക്കും, ബന്ധുക്കളുടെ സഹകരണം മുഖേന ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. രോഹിണി, പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം, ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ നേട്ടം, ബിസിനസ് പുഷ്ടിപ്പെടും, തൊഴിൽപരമായ നേട്ടങ്ങൾ, സന്താനങ്ങൾക്കായി പണച്ചെലവുണ്ടാകും, സംസാരം പരുഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഗൃഹസംബന്ധമായ ചെലവുകൾ വർദ്ധിക്കും, വിദേശത്തു നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം, സഹോദരങ്ങളിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കും. മകയിരം, നടപ്പാകില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സാധിക്കും, ദേഹസുഖം കുറയും, സന്താനങ്ങൾക്കായി പണച്ചെലവ്, ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ, ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ എന്നിവയുണ്ടാകാം, സഹോദരങ്ങളിൽ മുതിർന്ന ബന്ധുക്കൾ മുഖേനയോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും, പലവിധ പ്രതിസന്ധികളും തരണം ചെയ്യും. തിരുവാതിര, അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കം അവസാനിക്കും, തൊഴിൽ സംബന്ധമായ തർക്കങ്ങൾ വേണ്ടിവരും, ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയും, അനാവശ്യ സംസാരം ഒഴിവാക്കുക, മുൻകോപം നിയന്ത്രിക്കണം, സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവം ലഭിക്കും, മാതാവിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും, സുഹൃത്തുക്കളിൽ നിന്നും മനസ്സന്തോഷം ലഭിക്കും. പുണർദം, രോഗദുരിതത്തിൽ ശമനം, ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും, ജലജന്യ രോഗങ്ങൾ പിടിപെടാം, തൊഴിൽപരമായ മാറ്റങ്ങൾ, അനാവശ്യ മാനസിക ഉത്കണ്ഠ, ഗൃഹസുഖം കുറയും, പ്രവർത്തന വിജയം കൈവരിക്കും, സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു ചെയ്യണം, അനാവശ്യ ചിന്തകൾ മുഖേന മനസ്സ് അസ്വസ്ഥമാകും. പൂയം, ബന്ധുജന സമാഗമം ഉണ്ടാകും, ഉദരസംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടിവരും, അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിത സാധ്യത, ബിസിനസ്സിലും ഊഹക്കച്ചവടത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടത്തിന് സാധ്യത, തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കാൻ തടസ്സം നേരിടും, പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുകയില്ല. ആയില്യം, സാമ്പത്തികപരമായ നേട്ടം കൈവരിക്കും, മനസ്സിന് സന്തോഷസൂചകമായ വാർത്തകൾ കേൾക്കും, മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് അരിഷ്ടത, സഞ്ചാരക്ലേശം എന്നിവ അനുഭവിക്കും, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും, അന്യരുടെ വാക്കുകൾ ശ്രവിച്ച് അബദ്ധത്തിൽ ചാടും, ഇഴജന്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മകം, ഭൂമിയിൽ നിന്നുള്ള ധനലാഭം, സുഹൃത്ത് സഹായം എന്നിവ ലഭിക്കും, ധനപരമായ ചെലവുകൾ വർദ്ധിക്കും, സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും, ഡിപ്പാർട്ട്മെന്റ് തല ടെസ്റ്റുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും, അനാവശ്യമായ ആരോപണങ്ങൾ മൂലം ദമ്പതികൾക്ക് കലഹിക്കാൻ ഇടവരും, വളരെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളണം. പൂരം, വിവാഹ ആലോചനകളിൽ പുരോഗതി, വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ, ബിസിനസ്സിൽ ധനനഷ്ടം, ഭക്ഷണസുഖം കുറയും, ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും, വിദേശത്തു നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, എല്ലാ കാര്യത്തിലും ഉത്സാഹവും സാമർഥ്യവും ഉണ്ടാകും, മനസന്തോഷം അനുഭവപ്പെടും, ചെലവുകൾ കൂടും. ഉത്രം, സാമ്പത്തിക വിഷമതകൾ മറികടക്കും, വ്യവഹാരങ്ങളിൽ വിജയം, ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കും, ആവശ്യത്തിലധികം മാനസിക സംഘർഷം, വിശ്രമം കുറയും, ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയം, ബിസിനസ്സിൽ വളരെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളണം, ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. അത്തം, ബന്ധുജനങ്ങൾ വഴി മനസ്സന്തോഷം ലഭിക്കും, ധനപരമായ ചിലവുകൾ വർദ്ധിക്കും, കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ മുഖേന ധനച്ചെലവ് കൂടും, ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിസന്ധിയുണ്ടാകും, വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ കേടാവുവാൻ സാധ്യതയുണ്ട്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമതകൾ, വിദ്യാർത്ഥികൾക്ക് അലസത പ്രകടമാകും. ചിത്തിര, മാനസിക സന്തോഷം വർദ്ധിക്കും, സുഹൃത്തുക്കൾ ഒത്തുചേരും, ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും, തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി ഉണ്ടാകും,
വിവാഹാലോചനകളിൽ തീരുമാനം. ഭൂമി സംബന്ധമായി അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ സാധ്യതയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹവും സാമർഥ്യവും അനുഭവപ്പെടും. ചോതി. പണച്ചെലവ് അധികരിക്കും. തൊഴിൽ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കും. സന്താനങ്ങൾക്കായി പണച്ചെലവ്. ത്വക്രോഗ സാധ്യത. കർമ്മരംഗത്ത് പലവിധ പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും. കഠിനാധ്വാനത്തിന് തക്ക ഫലം ലഭിക്കില്ല. ഉദ്യോഗാർത്ഥികൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകും. വിശാഖം. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും. പണച്ചെലവ് അധികരിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. ഗാർഹിക കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടിയതായി വരും. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും. പതിവിൽ കവിഞ്ഞ അലസത അനുഭവിക്കും. അനിഴം. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത. സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ. ധനപരമായി അനുകൂലം. സന്താനങ്ങൾക്ക് പുരോഗതി. വിശ്രമം കുറയും. ബന്ധുജനങ്ങൾ മുഖേന മനസ്സന്തോഷത്തിന് സാധ്യത. പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർ സ്വകാര്യ ഏജൻസികൾ വഴി കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. തൃക്കേട്ട. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ. മാനസിക സന്തോഷം വർദ്ധിക്കും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിലും ഏർപ്പെടുവാൻ യോജിച്ച സമയമല്ല. ഉടമ്പടി ജോലികൾ, പണികൾ യഥാസമയം ചെയ്ത് തീർക്കുവാൻ കഴിയാതെ വരും. പിതൃജനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകും. മൂലം. പണമിടപാടുകളിൽ നേട്ടം. ബന്ധു ഗുണമനുഭവിക്കും. മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാനുള്ള തീരുമാനം മാറ്റിവെക്കും. സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകും. നവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. പൂരാടം. പഠനത്തിലും ജോലിയിലും അലസത. കടബാധ്യതയിൽ നിന്ന് മോചനം. സത്കർമ്മങ്ങൾക്കായി പണം ചെലവിടും. വിവാഹം വാക്കുറപ്പിക്കും. തൊഴിൽപരമായ ഉയർച്ച, സാമ്പത്തിക നേട്ടം ഇവ പ്രതീക്ഷിക്കാം. അനാവശ്യ കൂട്ടുകെട്ടുകളിലൂടെ പണം ധൂർത്തടിക്കുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും അനുഭവപ്പെടും. ഉത്രാടം. ഭക്ഷണസുഖമുണ്ടാകും. സുഹൃത്തുക്കൾ വഴി നേട്ടം. തൊഴിൽപരമായി അനുകൂല സാഹചര്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വിവാഹ ആലോചന വാക്കുറപ്പിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. കാർഷിക മേഖലയിൽ നിന്ന് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. തിരുവോണം. കാലാവസ്ഥാജന്യ രോഗസാധ്യത. സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമം. സാഹസിക പ്രവർത്തനങ്ങൾ നടത്തും. വാഹനം വാങ്ങുവാനുള്ള പരിശ്രമം വിജയം കാണും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകും. അവിട്ടം. വിവാഹ ആലോചനകളിൽ തീരുമാനം. ഭക്ഷണസുഖം ലഭിക്കും. മുൻപിൻ ചിന്തിക്കാതെ പ്രവർത്തിക്കും. സുഹൃത്തുക്കളുടെ പെരുമാറ്റം അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. ചെറിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടി വരും. ബിസിനസ്സിലൂടെയുണ്ടായ ധനനഷ്ടം മറികടക്കാൻ സാധിക്കും. ചതയം. ബന്ധുജനങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കം ശമിക്കും. സന്താന ഗുണവർധന. രോഗദുരിതത്തിൽ ശമനം. പണമിടപാടുകളിൽ നേട്ടം. ദേഹസുഖം കുറഞ്ഞിരിക്കും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ശമിക്കുന്നതിന് സാധ്യത. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്ക് തൊഴിൽ ഭാരം വർദ്ധിക്കും. പൂരുരുട്ടാതി. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം. സുഹൃത് ഗുണം വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യം. സുഹൃത്തുക്കളുമായി സഞ്ചരിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന ശമ്പള കുടിശ്ശിക ലഭിക്കും. ഗൃഹത്തിൽ ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. പുതിയ വാഹനം സ്വന്തമാക്കുവാൻ അവസരം. സാമ്പത്തിക വിഷമതകൾക്ക് ശമനം. ഉത്രട്ടാതി. തൊഴിലിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടി വരും. ഉദ്ദിഷ്ടകാര്യങ്ങളിൽ വിജയം കാണില്ല. ബന്ധുഗുണം ലഭിക്കും. ഔഷധ സേവ വേണ്ടിവരും. ഗൃഹത്തിൽ ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമല്ല. തൊഴിൽപരമായി മാറ്റം പ്രതീക്ഷിക്കാം. ഭൂമി സംബന്ധമായി ക്രയവിക്രയങ്ങൾ തീരുമാനമാകും. രേവതി. സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ തീരുമാനമുണ്ടാകും. ബന്ധുക്കൾ തമ്മിൽ ഭിന്നത. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ശമിക്കും. സാമ്പത്തികമായി വിഷമതകൾ നേരിടും. സന്താനങ്ങൾക്ക് അരിഷ്ടത. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. പുതിയ വസ്ത്രാഭരണാദികൾ ലഭിക്കും. മാനസിക സംഘർഷത്തിൽ അയവുണ്ടാകും. വിവാഹ സംബന്ധമായ നിർണായക തീരുമാനം എടുക്കും.